ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ തന്നെ അടുക്കള പണികളൊക്കെ തീർത്ത് റിലാക്സ് ആവാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെയാണ് കേട്ടോ. നമ്മളെപ്പോഴും അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അത് മടുക്കുന്ന കാര്യമാണ് അടുക്കളയിൽ ജോലികൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ തീർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചോറ് വയ്ക്കുമ്പോഴത്തേക്കും അത് കുക്കറിലായതുകൊണ്ട് അത് നമുക്ക് വേറെ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട. ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ ചോറായിക്കോളും. ഞാൻ മിക്ക ദിവസങ്ങളിലും അരി കുതിർത്തിട്ടായിരിക്കും കേട്ടോ വയ്ക്കുന്നത്. പക്ഷേ ഇപ്പം വാങ്ങിച്ച അരിക്ക് കുറച്ച് വേവ് കുറവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ അരി കുതിർക്കാറില്ല കേട്ടോ. നല്ല വേവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുതിർത്തിട്ടായിരിക്കും വേവിക്കുന്നത്. അപ്പോൾ ഇപ്പം വാങ്ങിയ അരി അങ്ങനെ വലിയ വേവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പവിഴം മട്ട റൈസാണ് ഇപ്പോൾ വാങ്ങിയത്. അതിൽ തന്നെ ചില അരികളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നമ്മൾ വേവ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു 3 വിസിൽ കേട്ടാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുക്കറിൽ വയ്ക്കുമ്പോൾ എന്തായാലും ആ ഒരു വിസിൽ കേൾക്കുമ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം ചീറ്റി ഗ്യാസിൻ്റെ പുറത്തൊക്കെ ആയത് വൃത്തികേടാവും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണും കൂടി അതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ. ആ ഒരു ക്ലീനിങ് നമുക്ക് ഒഴിവാക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ തുടച്ചും എടുത്തുമൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ അതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചുറ്റി വെള്ളം പോകുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഞാൻ അരിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ തലേ ദിവസം തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവിയലും ഒരു ഫിഷ് ഫ്രൈയും രസമൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതുള്ള വെജിറ്റബിൾസും പിന്നെ മീനൊക്കെ ഞാൻ ഫ്രീസറിൽ മാഗ്നറ്റ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുവാണ്. തലേ ദിവസം തന്നെ നമ്മൾ പിറ്റന്നത്തേക്ക് എന്തുണ്ടാക്കണം എന്നൊക്കെയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി ഒരു ജോലി ഭാരം കുറയും കേട്ടോ. തലേ ദിവസം നമ്മളൊരു ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ആ ഒരു പ്രീ പ്രിപ്പറേഷനും കൂടെ ചെയ്ത് വെക്കണം. ആ ഒരു പ്രീ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി ജോലിയും കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തുണ്ടാക്കണമെന്നൊക്കെ ആലോചിച്ചെന്നാൽ കുറേ സമയം അതിന് പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ നമ്മൾ തലേ ദിവസം നോക്കണം എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇതുപോലെ ഒന്ന് നമ്മുടെ തോരത്തിനാണെങ്കിലും അവിയലിനാണോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അരിയൊക്കെ വേവുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുതിർത്തിട്ട് വേവിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാകുമ്പോൾ ഞാനിപ്പോൾ ഒരു 5:30 മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. 5:30 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ മക്കളുടെ ബസ് വരുന്നത് 7:45 അപ്പോൾ 7:45 അകത്ത് വെച്ചിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് അവരുടെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നോക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ഭാരം കുറയ്ക്കാനായിട്ടും പറ്റും കേട്ടോ. ഞാൻ തേങ്ങ ചിരകി വെക്കാറില്ല കേട്ടോ. അത് ചിരകി വെക്കുവാണെങ്കിൽ ആ ഒരു ജോലി നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഞാനിവിടെ ചിരകലില്ല. ഞാൻ ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചാണ് കേട്ടോ തേങ്ങ എടുക്കുന്നത്. പുട്ടിന് മാത്രം കുറച്ച് ചിരകി എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതും ചെയ്ത് ഫ്രീസറിൽ തേങ്ങ വെക്കുവാണെങ്കിൽ ആ ഒരു ജോലിയുടെ ഒരു ടൈമും കുറയ്ക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. എനിക്കത് ഇഷ്ടമല്ലാതെ മാത്രമല്ല എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ അവിയലിനുള്ളത് വെജിറ്റബിൾസൊക്കെ ഞാൻ നല്ലോണം വാഷ് ചെയ്ത് അതിൻ്റെ അരപ്പൊക്കെ ആക്കി ഇതേ കുക്കറിലിട്ടാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ ഒരു വിസിൽ കേട്ടാൽ അവിടെ അവിയൽ റെഡിയാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിനി അതിൻ്റെ വേവ് നോക്കി നിൽക്കേണ്ടതില്ലേ. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ കുക്കറിൽ തന്നെ കേട്ടോ അവിയൽ ഇതൊക്കെ വെക്കുന്നത്. തോര മാത്രമേ ഉള്ളൂ അല്ലാതെയൊക്കെ വെക്കുന്നത്. അല്ലാതെ അവിയൽ സാമ്പാറൊക്കെ ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ചട്ടിയിലിരിക്കുന്നത് തലേ ദിവസത്തെ മീൻ കറി ബാലൻസ് വന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് നമ്മൾ കറിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതേ മറ്റേ അടുപ്പിലോട്ട് ഞാൻ ഇതും വെച്ച് ഈ അവിയലും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പം ചുടാനായിട്ട് പോവാണ് കേട്ടോ. കാരണം മോന് 6 മണിക്ക് ട്യൂഷന് പോകണം. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇപ്പോൾ കൊടുത്തു വിട്ടാൽ മതി. പിന്നെ അവൻ ട്യൂഷൻ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ലഞ്ച് ഈ സമയത്ത് കൊണ്ടുപോകേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്തുകൊണ്ട് ഞാൻ അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് നല്ലെണ്ണ തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു അന്ന്. നല്ലെണ്ണ തന്നെ പുരട്ടിയാലേ ഈ ഒരു കാസ്റ്റ് അയണിലൊക്കെ പറ്റുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വെളിച്ചെണ്ണ വെച്ചിട്ടാണൊന്ന് ഇളക്കാനൊക്കെ നോക്കിയത്. അപ്പോൾ കുറച്ച് പിടുത്തം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇളകി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചൊരു പിടുത്തം ഫീൽ ചെയ്തു. അല്ലെങ്കിൽ ഒട്ടും നോൺ സ്റ്റിക്കൊക്കെ പോലെ തന്നെ ഇളകി വരുന്നതാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇളക്കിയെടുക്കാനായിട്ട്. മോന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് അവൻ ട്യൂഷന് പോയി കേട്ടോ. അപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ മീൻ വെക്കുന്നില്ല. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ ഞാനിവിടെ ഓൾറെഡി വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കുതിരാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മീൻ കറി വെച്ചാൽ അതിന് സമയമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ മക്കളൊക്കെ പോയതിന് ശേഷം വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടി നല്ല പച്ച മീനാണ് കേട്ടോ. ഇവിടെ കോവളം ബീച്ചിൽ നിന്ന് കൊണ്ടുവരുന്ന മീനാണ്. അപ്പോൾ അത് ഞാനൊന്ന് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫിഷ് ഫ്രൈയും ചെയ്യണം, രസവും വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് മക്കൾക്ക് സ്കൂളിൽ അവിയൽ, ഫിഷ് ഫ്രൈ, രസം ഇത്രയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ മീനൊക്കെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ അതിനുള്ള പരിപാടി ചെയ്യാനായിട്ട് പോവുകയാണ്. ചോറ്
ഓൾറെഡി വിസിലൊക്കെ കയറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫിഷ് ഫ്രൈയും രസവും അവിയലും ഒക്കെ റെഡിയായി. അപ്പോൾ മൾട്ടി ടാസ്കിങ് ആണ്, ഒരേ സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരെണ്ണം കഴിഞ്ഞ് ഒന്നൊന്ന് അങ്ങനെ ചെയ്യാൻ നിന്നാൽ നമുക്ക് രാവിലത്തെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ മൾട്ടി ടാസ്കിങ് ചെയ്യുക, ഒരേ സമയത്ത് 2-3 കറിയൊക്കെ ഇങ്ങനെ വെക്കുക. അതിന് നമ്മളിങ്ങനെ എത്രത്തോളം ഒരു ബർണറുള്ള ഗ്യാസ് സ്റ്റവ് കിട്ടുമോ അത്രത്തോളം അതായിരിക്കും നല്ലത് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ 2 വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ കൂട്ടത്തിൽ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങും ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് തീർക്കാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ ഞാൻ പോയി മോളെ വിളിച്ചുണർത്തി, അവൾക്ക് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്ന ടൈമിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതും കൂടി വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലും പിന്നെ ബസ് ലേറ്റാവും കേട്ടോ. ഇതിപ്പോൾ അവർ പോവുകയാണ്. മോന് 8 മണിയാകുമ്പോൾ വരും കേട്ടോ. ഒരു 7:50 ആകുമ്പോൾ വരും. അവൻ്റെ ബസ് 8 മണിക്കാണ് വരുന്നത്. അപ്പം അവനും പോവും. അവൻ ഓൾറെഡി പോയി കേട്ടോ. അവൻ അവിടെ അപ്പർ സൈഡിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കയറി പോവുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്കൂളിലല്ലല്ലോ, അതുകൊണ്ട് തന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കും കേട്ടോ. ഇവരിൽ ഉമ്മയൊക്കെ വിളിച്ച് അതിനുശേഷം വീണ്ടും കിച്ചണിലെത്തി. ഞാൻ ആ സമയം കൊണ്ടൊന്ന് ഫിഷ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ചോറൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ്, കറികളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ കറിയും കൂടി ഒന്ന് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതും കൂടി തീർത്താൽ എൻ്റെ കിച്ചണിലെ ഇന്നത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി വൈകുന്നേരം ഇതിന് മാത്രം കയറിയാൽ മതി, ഡിന്നർ ഉണ്ടാക്കാനായിട്ട് മാത്രമായിട്ട് കയറിയാൽ മതി. മീൻ നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തോട്ടൊക്കെ കൂടുതലും തേങ്ങ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അല്ലാതെ വെക്കുന്നതൊക്കെ വല്ലപ്പോഴും മാത്രമേ വെക്കാറുള്ളൂ, ഒരു വെറൈറ്റിക്ക് വേണ്ടി. ഇവിടെ ഉള്ളവർക്കൊക്കെ ഈ ഒരു രീതിക്കാണ് കൂടുതലും വെക്കുന്നത്. ട്രിവാൻഡ്രത്തെ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നമ്മൾ കൂടുതലും ഇങ്ങനെയല്ലേ വെക്കുന്നുള്ളത്. തന്നെ ഞാനിങ്ങനെ ഈ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അവിടെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. അപ്പോൾ മീനിൽ ഞാൻ മുരിങ്ങയ്ക്ക ഉണ്ട് കേട്ടോ. മുരിങ്ങയ്ക്ക, തക്കാളി, കറിവേപ്പില, മുളക് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ബാക്കി കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് വാഷ് ചെയ്യുന്ന സമയം കൊണ്ട് മീൻകറി അവിടെ ആവും കേട്ടോ. മീൻകറി നമ്മളെപ്പോഴും ഒന്ന് സിമ്മിലിട്ട് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചടുപ്പിച്ചാലൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. മീൻകറി എപ്പോഴും പതുക്കെ സിമ്മിലിട്ട് വേവിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പാത്രം കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി കഴുകിയ പാത്രങ്ങളൊക്കെ ഇവിടെ വെള്ളമൊക്കെ പോയി നല്ല ഉണങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കബോർഡിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതൊരു അക്ഷയപാത്രം പോലെയാണ്. ഇപ്പോൾ ഈ ഒരു പാത്രം മാറ്റുമ്പോൾ അടുത്ത പാത്രം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ്, കിച്ചൺ സിങ്ക് പോലെ തന്നെയാണ് എൻ്റെ ആ ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡും. അതിൽ എപ്പോഴും പാത്രം തന്നെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കഴുകി ഉണക്കാനായിട്ടും കഴുകാനുള്ളതുമായിട്ടൊക്കെ രണ്ടിടത്തും ഇങ്ങനെ മാറി മാറി എപ്പോഴും പാത്രങ്ങളുണ്ടാവും. പാത്രം കഴുകൽ ഈസി ആക്കാനായിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ആ ഒരു പാത്രങ്ങളും കൂടെ വാഷ് ചെയ്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇങ്ങനെ കൂട്ടം കൂടി കിടക്കത്തില്ല. അതുപോലെ തന്നെ കൂട്ടം കൂടി ഇട്ടാൽ തന്നെ എല്ലാം നമ്മളൊന്ന് വാഷ് ബേസിലേക്ക് ആക്കുവാണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ വലിഞ്ഞു വാരി കിടക്കത്തില്ലേ, അപ്പോൾ നമ്മൾ അത് നല്ല മെസ്സി ആയിട്ട് തോന്നപ്പെടും. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ കിച്ചൺ സിങ്കിൽ ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു മെസ്സി ഫീലിംഗ് നിർത്താം. പിന്നെ ഞാൻ രസം പിന്നെ മീൻകറി ഇതെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് ആക്കുവാണ് കേട്ടോ. വലിയ പാത്രങ്ങളിൽ വെക്കുന്നതിനെക്കാട്ടി കുഞ്ഞു പാത്രങ്ങളിൽ വെക്കണമല്ലോ നല്ലതെന്ന് കരുതിയിട്ട് ഞാൻ രസമൊക്കെ വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റുവാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് കേട്ടോ ഈ ഒരു പാത്രം കഴുകൽ. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ. ഈ ഒരു കാര്യം ചെയ്യില്ലെങ്കിൽ കിച്ചണ് ഒട്ടും വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും കേട്ടോ കിടക്കുന്നത്. ഭയങ്കരമായിട്ട് മെസ്സിയായിട്ടായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അല്ലാതെ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ വാഷ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു കുക്കിങ്ങിൻ്റെ രാവിലത്തെ ഈ ഒരു ടൈമിൽ എനിക്ക് പറ്റാറില്ല, ഒരു ഹർബറി ടൈം. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ മസ്റ്റായിട്ട് അത് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പും അവിടെ ഇരിക്കുന്ന സാധനങ്ങളും ഒക്കെ നമ്മൾ വൃത്തിയാക്കിയാലേ പറ്റത്തുള്ളൂ. എന്നും ഞാനതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അതിൻ്റെ അടിഭാഗത്തൊക്കെ മിക്സിയൊക്കെ ഇരിക്കുന്നതിൻ്റെ അടിഭാഗത്തൊക്കെ അരപ്പും കാര്യങ്ങളും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് മിക്സി തുടയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് തുടയ്ക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും എനിക്ക് മിക്സി ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വയ്ക്കുന്ന ശീലമേ ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ച് വലിയ കൗണ്ടർ ടോപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. മീൻകറി കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് അതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഒക്കെ സെറ്റാക്കി ഇടുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആ സ്പൂൺ വെക്കുന്ന അവിടെയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഞാൻ ഡെയിലി ഒന്ന് തുടയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ വെള്ളം നിന്നിട്ട് ഒരു സ്മെല്ലും ഈച്ചയൊക്കെ ഉണ്ടാകത്തില്ലേ. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്പൂണൊക്കെ എടുത്ത് മാറ്റി എന്നും ഞാൻ അവിടെ ഒന്ന് തുടയ്ക്കാറുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവും അതിൻ്റെ അടിഭാഗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ. അതൊക്കെ നമുക്ക് ഡെയിലി ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. വല്ലപ്പോഴും ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലീനിങ് ഭയങ്കര ഭാരമായിട്ട് നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ അപ്പോൾ ഉള്ള കറികളൊക്കെ അപ്പോൾ തുടച്ച് പോകുമല്ലേ. ഈ ഗ്യാസ് സ്റ്റവിൻ്റെ അടിഭാഗത്തൊക്കെ എന്തായാലും കറിയും അതും ഇതുമൊക്കെ വീണിട്ട് കിടപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അവിടെ തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നീറ്റായിട്ട് തന്നെ ഇരിക്കും.
ഏറ്റവും ലാസ്റ്റ് കിച്ചൺ സിങ്കും കൂടി ഒന്ന് വാഷ് ചെയ്തു. ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഇനി വൈകുന്നേരം എനിക്ക് കിച്ചണിൽ കയറിയാൽ മതി. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരുപാട് ഫ്രീ ടൈമാണ്. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓണായതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം ഒരു ബെഡ്റൂം, ഹാള്, അങ്ങനെ അലമാര, അങ്ങനെ ഓരോന്നായിട്ട് ഒതുക്കി വരുവാണ്. ഇനിയിപ്പോൾ കിച്ചണിൽ നമ്മളിങ്ങനെ ഈ ജോലിയും കാര്യങ്ങളും ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സമയം പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒതുക്കി പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകാം. അതല്ല വേറെ ബിസിനസ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്നെ പോലുള്ള വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കാണും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ടൈം കണ്ടെത്താനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ കാണാതിരിക്കും. ബൈ.